Good morning, friends. Have a wonderful Wednesday. I am Narayan Poti here. We are discussing the points in the book You Can Win by Shivkara. നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞത് ഡു ഇറ്റ് നൗ എന്നുള്ളതാണ്. വാട്ട് എവർ യു വാണ്ട് ടു ഡു ഇറ്റ് നൗ. ഐ വാണ്ട് ടു ടേക്ക് എ വീഡിയോ, ഡു ഇറ്റ് നൗ. ഇനി നെക്സ്റ്റ് ഉള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു നേച്ചർ വേണ്ടതെന്ന് വെച്ചാൽ ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് നന്ദി പറയാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണം, ഒരു താങ്ക് യു പറയാനുള്ള ആറ്റിറ്റ്യൂഡ് വേണം. ഞാൻ എപ്പോഴും പറയും, കാലത്ത് എഴുന്നേറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ കൈയും കാലമൊക്കെ ഒന്ന് ഇങ്ങനെ അനക്കി നോക്കുക, അനക്കി നോക്കിയിട്ട് ചിരിക്കുക, എന്നിട്ട് നന്ദി പറയുക. അതായത് ദൈവം അല്ലെങ്കിൽ സുപ്രീം സോളിനോട് നന്ദി പറയുക. ഐ ആം അലൈവ് ടുഡേ, ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു. മറ്റനേകം പേര് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്തപ്പോൾ ഐ ആം അലൈവ് ടുഡേ. സേ താങ്ക് യു. താങ്ക്സ് യുവർ ഫാദർ, താങ്ക് യുവർ മദർ, താങ്ക് യുവർ ഗ്രാൻഡ് പാരൻസ്, താങ്ക്സ് എവരിബഡി ഇൻ ദ മോർണിംഗ്, ഗുരൂസ്, മെൻറ്റേഴ്സ്, ആൻഡ് ദെൻ വേക്ക് അപ്പ്. ഓൾവേസ് വേറൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ, പല ആളുകളും ഓൾവേസ് കംപ്ലൈനിങ്, എനിക്കതില്ല, എനിക്കിതില്ല, എനിക്ക് മറ്റതില്ല, അവനെ കണ്ടില്ല, അവൻ്റെ വീട് കണ്ടില്ലേ, ഇവൻ്റെ വീട് കണ്ടില്ലേ, അയാൾക്ക് അങ്ങനെ സൗകര്യമുണ്ട്, ഇയാൾക്ക് ഇങ്ങനെ സൗകര്യമുണ്ട്. പക്ഷെ നമുക്ക് എന്താണുള്ളത്? ഞാൻ എപ്പോഴും എൻ്റെ മെഡിറ്റേഷനിൽ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് ഐ ആം എഡ്യൂക്കേറ്റഡ്, ഐ ആം ഹാവിങ് എ വെഹിക്കിൾ, ഐ ആം ഹാവിങ് എ ഹൗസ്, ഐ ആം ഹാവിങ് ലോട്ട് ഓഫ് ഗുഡ് ഫ്രണ്ട്സ്, എനിക്ക് മൈൻഡ് ഈസ് ഗോയിങ് ഇൻ ദ റൈറ്റ് പാഷൻ, ഐ ലൈക്ക് പീപ്പിൾ, ഐ ലവ് പീപ്പിൾ, ഐ വാണ്ട് ടു ഹെൽപ്പ് അതേഴ്സ്. ഇതെല്ലാം ദൈവം തന്നിരിക്കുന്ന എൻ്റെ ട്രെയ്റ്റ്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ ട്രബിൾ ചെയ്യാതെ, വാട്ട് എവർ യു ആർ ഹാവിങ്, ഓൾവേസ് ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് എപ്പോഴും ഓർക്കുക. ബ്ലെസ്സിങ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ്. Then you should follow the example of selective listening. നമുക്ക് എപ്പോഴും ലിസണിങ് ആണ് മോർ ഇമ്പോർട്ടൻറ്റ്, സംസാരിക്കുന്നതല്ല. എന്താണ് ലിസണിങ് മോർ ഇമ്പോർട്ടൻ്റ്? ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അതിനിടയ്ക്കൊന്ന് കട്ടായി പോയി, ഒരു കോൾ വന്ന് കയറിയതാണ്. എനിവേ ഐ വിൽ കണ്ടിന്യൂ. അപ്പോൾ ലിസണിങ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള ടെൻഡൻസിയാണ്, ബട്ട് ഓൾവേസ് യു ഷുഡ് ബി എ ഗുഡ് ലിസണർ. അപ്പോൾ നിങ്ങൾ ഇനി തൊട്ട് നിങ്ങൾക്ക് ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ, ഇഫ് പീപ്പിൾ വാണ്ട് ടു നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ, ബി എ ഗുഡ് ലിസണർ. നിങ്ങളുടെ പാരൻസോ പ്രായമുള്ളവരെ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ അവരെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുക. അവരോട് എങ്ങനെയൊക്കെ ഉണ്ട്, മക്കളൊക്കെ വരാറുണ്ടോ, അതായത് അവരോട് നല്ല ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ചോദിക്കുക. പിന്നെ ഇറ്റ് ഷുഡ് ബി ആക്റ്റീവ് ലിസണിങ്. അതായത് നീ പറഞ്ഞു ഞാൻ കേൾക്കട്ടെ എന്നുള്ളതല്ല. ഈ പുട്ടിനിടയിൽ പീരിട്ട് കൊടുക്കുന്ന മാതിരി നമ്മൾ അവരോട് ചോദിക്കണം, എന്തൊക്കെയുണ്ട് വിശേഷം, ഇപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവൻ്റെ പഠിത്തം കഴിഞ്ഞോ, നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന കാര്യം തന്നെ. ഇറ്റ് ഷുഡ് ബി ആക്റ്റീവ് ലിസണിങ് സോ ദേ വിൽ ലൈക്ക് യു. എല്ലാവർക്കും അവരുടെ മനസ്സിലുള്ള ആരോടെങ്കിലും പറയണം. അവരുടെ ദുഃഖങ്ങളുണ്ടാവും, അവരുടെ പ്രശ്നങ്ങളുണ്ടാവും, അവരുടെ നല്ല കാര്യങ്ങളുണ്ടാവും, ഇത് പറയണം അവർക്ക്. സോ നമ്മൾ ഇത് അവരെ ഒന്ന് കേൾക്കാനായി അവരോട് പറയാൻ പ്രേരിപ്പിക്കുക. അവർ ലെറ്റ് ദം ഗെറ്റ് റിലാക്സ്ഡ് ആൻഡ് ബി ഹാപ്പി. നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് എടുക്കണം, നമ്മൾ ഇതിൽ വിട്ട് കേൾക്കാം, അല്ലെങ്കിൽ അത്യാവശ്യം എടുക്കണേ എടുത്താൽ മതി. പക്ഷേ ബി എ ഗുഡ് ലിസണർ. ഇനി അതിന് വേണ്ടി ഒരു കൊച്ചു കഥ പറയാം. ഒരു പള്ളിയിലൊരു അച്ഛനുണ്ടായിരുന്നു. ഒരു പുതിയതായിട്ടൊരു അച്ഛൻ ചാർജ് എടുത്തു ഒരു പള്ളിയിൽ. അപ്പോൾ അച്ഛൻ വന്നിട്ട് വികാരി അച്ഛനോട് ചോദിച്ചു, ഈ പള്ളി എങ്ങനെയുണ്ട്? ഞാൻ പഴയ പള്ളിയിൽ ഞാൻ ഭയങ്കര കേമനായിരുന്നു, ഞാൻ ഹാവ് ഡൺ ദാറ്റ്, ഐ ഹാവ് ഡൺ ദിസ്. അപ്പോൾ ഈ പള്ളി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടുത്തെ ഇടവകയിൽ മുഴുവൻ ഭയങ്കര വെള്ളമടിയാണ്, സ്മോളടിയാണ്, ഒരു രക്ഷയില്ല ഫാദറെ. ഇവിടുത്തെ പഴയ അച്ഛനൊക്കെ മാക്സിമം ട്രൈ ചെയ്തു, ഒരു രക്ഷയില്ല. ഓ, ഇത്രയുള്ള കാര്യം, അത് ഞാൻ ശരിയായി തരാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, എല്ലാ പള്ളിയിലെ എല്ലാ ഇടവകക്കാരും കൂടി ഒരു മീറ്റിംഗ് വയ്ക്കാൻ പറഞ്ഞു, അതിൽ കല്ലൂടിയന്മാരെല്ലാം വേണം എന്ന് പറഞ്ഞു. അച്ഛാ അവർ പള്ളിയിലൊന്നും വരില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞവർ വിളിച്ചാൽ മതി, നിനക്കതൊന്നും അറിയില്ല, അതുകൊണ്ടാണ് നീ ഫോൺ ചെയ്യുക, അവരോട് പറയാം നാളെ കാലത്ത് 10 മണിക്ക് നമ്മുടെ പുതിയ അച്ഛൻ ഒരു
മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 10 മണിക്ക് എത്തണം കേട്ടോ, ഇല്ലെങ്കിൽ തീർന്നു പോകും. വയ്ക്കുക, വേറെ ഒന്നും പറയരുത്. ഈ വികാരിയച്ഛൻ മറ്റേ അസിസ്റ്റൻ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു കറക്റ്റ് 10 മണിക്ക് നമ്മുടെ പുതിയ ഫാദർ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എനിക്ക് കൂടുതലൊന്നും അറിയില്ല, കറക്റ്റ് 10 മണിക്ക് എത്താൻ പറഞ്ഞു, ഇല്ലെങ്കിൽ സാധനം തീർന്നു എന്ന് പറഞ്ഞു വെച്ചു. 10 മണിയായപ്പോൾ ഹാള് കംപ്ലീറ്റ് ആണ്. അച്ഛനും വളരെ ഹാപ്പി, ഇവരും ഹാപ്പി. അച്ഛൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ബ്രീഫായിട്ട് ആദ്യം ഈ മദ്യം കഴിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഫാമിലിയുടെ പ്രശ്നങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഫുൾ വിശ്വാസം ഉണ്ടാവില്ല, ഞാൻ നിങ്ങൾക്കൊരു ലൈവ് ഡെമോൺസ്ട്രേഷൻ കാണിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് 2 ഗ്ലാസ് കൊണ്ടുവരാൻ പറഞ്ഞു. 2 ഗ്ലാസ് കൊണ്ടുവന്നു. ഒന്നിൽ ഒരു 1/2 ഗ്ലാസ് ചാരായം, ഒന്നിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, പ്യുവർ വെള്ളം. എന്നിട്ട് 2ലും ജീവനുള്ള ഓരോ പുഴുവിനിട്ടു. അപ്പോൾ ഈ ചാരായത്തിന് പുഴു അപ്പോൾ തന്നെ ചത്തുപോയി, മറ്റേ വെള്ളത്തിൻ്റെ പുഴു ഇങ്ങനെ ഓടി വന്നു. അപ്പോൾ അച്ഛൻ മനസ്സോട് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ ചാരായം കുടിച്ചാൽ നിങ്ങൾ അടിച്ചു പോകുന്നുള്ളതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും കുടിക്കില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഡോക്ടർമാർ പേടിപ്പിച്ചാലും പിന്നെ കഴിക്കില്ലല്ലോ. ലിവർ അടിച്ചു പോകും, തട്ടിപ്പോകുമെന്ന് പറയുമ്പോൾ ആളോട് സ്മോളി സ്റ്റോപ്പ് ചെയ്യാനാണ്. ഏതായാലും എന്നിട്ട് അച്ഛന് കുഞ്ഞാറ്റോട് ചോദിച്ചു, മക്കളെ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ കുടീനെ എഴുന്നേറ്റ് തോന്നി, അച്ഛൻ വലിയ ഉപകാരമായി, നല്ലൊരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. ഇന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എല്ലാ ദിവസവും കാലത്ത് 2 പെഗ് ചാരായം അടിക്കുകയാണെങ്കിൽ വയറ്റിലെ പുഴുക്കളെല്ലാം ചത്തുപോകുന്നു. അതായത് അവർ കേൾക്കേണ്ട കാര്യം മാത്രം എടുക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് സെലക്റ്റീവ് ലിസണിങ്. പല ആളുകളും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ദേ വാണ്ട് ദ ആൻസർ വാട്ട് ദേ എക്സ്പെക്റ്റ്. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൻസർ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അതാണ് സെലക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഗെറ്റ് ഇൻ ടു ദി കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. എവറി ഡേ, ഇപ്പോൾ നമ്മൾ എവറി ഡേ ഡു ആൻ എക്സസൈസ്, എവറി ഡേ ഒരു CD കേൾക്കുക, എവറി ഡേ ഒരു ബുക്കിൽ ഒരു പേജ് വായിക്കുക. അതായത് കണ്ടിന്യൂസ് നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കണ്ടിന്യൂസ് എഡ്യൂക്കേറ്റ് ചെയ്യണം. ഈ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഈസ് എക്സലൻറ്റ്. ഞാൻ ആക്ച്വലി എവറി ഡേ ഞാൻ എൻ്റെ പെൻഡ്രൈവിൽ കുറേ സ്പീച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. എവറി ഡേ ഐ ഹിയർ ദാറ്റ് സ്പീച്ച് മേ ബി ഓൺ ഹെൽത്ത്, ഓൺ വെൽത്ത്, ഓൺ പ്രോസ്പെരിറ്റി, ഓൺ മെൻ്റൽ എഡ്യൂക്കേഷൻ, പല ഇതായിരിക്കും. നല്ലത് മാത്രം എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ അത് കേട്ടുകൊണ്ടേയിരിക്കുക. ദാറ്റ് ഈസ് യു ഷുഡ് ഹാവ് എ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കൂൾസ് കോളേജിലെ എഡ്യൂക്കേഷൻ അല്ല. എന്താണ് സ്കൂൾ കോളേജ് എഡ്യൂക്കേഷനും മറ്റേ എഡ്യൂക്കേഷനും വ്യത്യാസം? സ്കൂൾസ് ആൻഡ് കോളേജസ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻ്റലക്റ്റിനെയാണ്, എഡ്യൂക്കേറ്റ്, നിങ്ങളുടെ ഓർമ്മശക്തി ചെക്ക് ചെയ്യും, നിങ്ങളുടെ കുറേ ഇൻഫർമേഷൻ തരും. പക്ഷേ മൈൻഡിനെ അല്ല. പക്ഷെ മനസ്സിനാണ് എഡ്യൂക്കേഷൻ വേണ്ടത്. പണ്ട് പറയുമല്ലോ, ഒരു നോൺ എഡ്യൂക്കേറ്റഡ് കള്ളൻ, പഠിത്തമൊന്നുമില്ലാതെ തോറ്റിട്ട് കള്ളനാവണവനേക്കാളും വളരെ ഡേഞ്ചറസ് ആണ് വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് കള്ളൻ. എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ഷുഡ് നോട്ട് ബി ഓൺ ദി ഇൻ്റലക്റ്റ് ഓൺലി, ഇറ്റ് ഷുഡ് ബി ഓൺ ദി മൈൻഡ് ഓൾസോ. അതായത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് അയാളുടെ ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് ഓണസ്റ്റിയാണ്, കമ്പാഷനാണ്, കറേജാണ്, പെർസിസ്റ്റൻസ് ആണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ഇത്രയും കാര്യങ്ങൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ദിസ് ഷുഡ് ബി ഡൺ ഇൻ ദ ഫോർമേറ്റീവ് ഇയേഴ്സ്. 8 വയസ്സിനുള്ളിൽ തന്നെ ഇതെല്ലാം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പറയുമല്ലോ, മറ്റേ കടക്കൽ തലയിൽ മറ്റേ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇത് വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമല്ലോ, എന്ന് പറഞ്ഞ മാതിരി ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ ദ ഫോർമേറ്റീവ് ഇയേഴ്സ്. അപ്പോൾ ഇന്ന് ഹാവ് എ വണ്ടർഫുൾ വെനസ്ഡേ. ഐ വെൽക്കം യു ടു ജോയിൻ ദി പുനർജനി പ്രോഗ്രാം, which is a continuous education program we are running. എൻ്റെ ഫോൺ നമ്പർ 9349146805. So join our Punarjani program every day at 5:50 a.m. to 6:50 a.m. There is a continuous education. All the best. Have a wonderful day. Thank you.